ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. മെയ് 11 നടന്നിട്ടുള്ള 2024 മെയ് 11 നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയുടെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സി ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഹൂ ലെഡ് ദ ആൻറ്റി കൊളോണിയൽ ട്രൈബൽ റിവോൾട്ട് ഓഫ് 1812 ഇൻ ദി ജംഗിൾസ് ഓഫ് വയനാട്. വയനാടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ടുള്ളത്, രാമനമ്പി. രണ്ടാമത്തെ ചോദ്യം: വിച്ച് സോഷ്യൽ റിഫോമർ ഓഫ് കേരള വാസ് ഇൻവോൾവ്ഡ് ഇൻ കല്ലുമല സമരം, അതുപോലെ തന്നെ പെരിനാട് റിവോൾട്ട്? കല്ലുമല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം: കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? ഇൻ വിച്ച് ഇയർ കേരള വാസ് ഡിക്ലെയർഡ് എ ഫുൾ ഓഫ് ലിറ്ററേറ്റ് സ്റ്റേറ്റ്? അത് 1991 ആണ്. 1991 ഏപ്രിൽ 18 പ്രഖ്യാപിച്ചത്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം: ദ വാർ ക്രിമിനൽസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ വേർ പുട്ട് ടു ട്രയൽ ഇൻ, അല്ലേ? അത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ യുദ്ധക്കുറ്റവാളികളെ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് എന്നുള്ളത്? ദെൻ ഓപ്ഷൻ ഡി ആണ്, ന്യൂറംബർഗ് ആണ്. ന്യൂറംബർഗ്. ദെൻ അഞ്ചാമത്തെ ഒരു എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്, നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഡ്യൂറിങ് ദി 18th century, who among the following philosophers said these famous words: man is born free but everywhere in chain? ഓപ്ഷൻ എ ആണ്. ഓക്കെ, റൂസോയുടെ വാക്കുകളാണ്. ദെൻ താഴെ പറഞ്ഞതിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ജസ്റ്റ് ഒന്ന് ലോജിക് യൂസ് ചെയ്താൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്? പോർച്ചുഗീസാണ്. സ്പാനിഷ്, അറബിക്ക്, അതുപോലെ തന്നെ ഫ്രഞ്ച്, അതുപോലെ തന്നെ ഇനി 2 ഭാഷകളായിട്ടുള്ളത്, ഒന്ന് നമ്മുടെ ഇംഗ്ലീഷ്, പിന്നെ അതുപോലെ തന്നെ റഷ്യൻ ഭാഷ. ഈ ഭാഷകളാണ് അറബിക്ക്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ്, റഷ്യൻ. ഈ 5 ലാംഗ്വേജാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. പോർച്ചുഗീസ് ഇതിൽപ്പെടാത്തതാണ്. അപ്പോൾ ഡി ആണ് ആൻസർ. ദെൻ ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്? ഇൻ 21st January 2012, 3 states observed their 50th statehood. Which of the following is not amongst these 3? ഓക്കെ, ഇതിൽ നാഗാലാൻഡാണ് ഉൾപ്പെടാത്തത്. ബാക്കിയുള്ളതെല്ലാം മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഒരുമിച്ച് സ്റ്റേറ്റ്ഹുഡ് കിട്ടിയിട്ടുള്ളതാണ്. ദെൻ എട്ടാമത്തെ ചോദ്യം: ഹു വാസ് ദ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഫൗണ്ടിങ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഓക്കെ ഇൻ 1938 ഫോർ ഡ്രോയിങ് അപ്പ് ദ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ? വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കാനായിട്ട് 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദെൻ 9ാമത്തെ ചോദ്യം: ഇൻ 1933 മഹാത്മാഗാന്ധി വിഡ്രൂ ഫ്രം ഓൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് മെയ്ഡ് കൺട്രി വൈഡ് ടൂർ കവറിംഗ് ഡിസ്റ്റൻസ് ഓഫ് 12,504 miles. This tour is known as 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായിട്ട് പര്യടനം നടത്തി മഹാത്മാഗാന്ധി. അത് ഏതായിരുന്നു എന്നുള്ളത്? ദണ്ഡിയാത്ര അല്ല. ദണ്ഡിയാത്ര നമുക്കറിയാം 30കളിലാണ്. ഹരിജൻ യാത്ര. ഓക്കെ, ഹരിജൻ യാത്രയാണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെടാത്ത കോട്ട ഏതാണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ്
ഫോർട്ട് വാസ് നോട്ട് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് ദ അക്ബർസ് റൈൻസ്. ഓക്കെ, ലാഹോർ ഫോർട്ടും ആഗ്ര ഫോർട്ടും അലഹാബാദ് ഫോർട്ടൊക്കെ അക്ബറിൻ്റെ കാലത്താണ്. പുരാനാക്കിലാണ് അത് ഹുമയൂണിൻ്റെ കാലത്താണ്. ഇതിൽ പെടാത്തത് ഏതാണ്? പുരാനാക്കില. ദെൻ അടുത്തത് 11ാമത്തെ ചോദ്യം. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നോ ചോദിച്ചു. ഇൻകറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത്, പൊരുത്തപ്പെടാത്തത് അല്ലേ, തെറ്റായി യോജിക്കപ്പെട്ടത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാരൻ്റ് റോക്കും അതുപോലെ തന്നെ മെറ്റമോർഫിസ്ഡ് റോക്കുമാണ്. ഓക്കെ, ഇതിൽ സാൻഡ്സ്റ്റോണാണ് ആൻസറായിട്ട് വരുന്നത്. സാൻഡ്സ്റ്റോണ് ആണ് തെറ്റായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അതായത് മണൽക്കല്ലാണ് തെറ്റായിട്ട് മാർക്ക് ചെയ്ത്. ബാക്കിയുള്ളതൊക്കെ പാരൻ്റ് റോക്ക്. ഗ്രാനൈറ്റിൻ്റെ നീഷ്യസും അത് ചുണ്ണാമ്പുകല്ലിൻ്റെ മാർബിളും ഷെയ്ഡ്ലെസ് സ്ലൈറ്റുമാണ് അതിൻ്റെ മെറ്റമോർഫൈസ്ഡ് ആയിട്ടുള്ള റോക്ക്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ മിസ്മാച്ച് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ഓപ്ഷൻ ബി ആണ്. ദെൻ 12ാമത്തെ ചോദ്യം ഏതായിരുന്നു? സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ പ്രൊജക്ഷൻ ഈസ് യൂസ്ഡ് ദ സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. വാട്ട് ഈസ് ദ പ്രൊജക്ഷൻ ഈസ് യൂസ്ഡ് സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്? ഓപ്ഷൻ സി ആണ്, പോളികോണിക്കാണ് ആൻസർ. 13ാമത്തെ ചോദ്യം. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായിട്ടുള്ള സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്തിലാണ്? ദ നോട്ടോ വിച്ച് സഫേർഡ് 7.5 സ്കെയിൽ earthquake and devastating tsunami on the New Year Day of 2024 in which Asian country എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ജപ്പാനാണ്. ദെൻ 14ാമത്തെ ചോദ്യം. നാഷണൽ വാട്ടർവേസ്, അതിൽ നിന്നൊക്കെ ചോദ്യം സ്ഥിരമായിട്ട് വരുന്നതാണ്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്? ദ നാഷണൽ വാട്ടർ വേ 3 ഒറിജിനലി എക്സ്റ്റെൻഡിങ് ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം was extended which place per the Natural Waterways Act of 2016? കോഴിക്കോടാണ് ആൻസർ. കോഴിക്കോട് വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്.